വാർ ഈസ് നെവർ എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ നമ്മളെല്ലാവരും യുദ്ധഭീതിയിലായിരിക്കുന്നു. പല രീതിയിലുള്ള ഭയങ്ങൾ യുദ്ധവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. ഇതിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രോണിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഇമോഷണൽ ഇഷ്യൂസിനെ കുറിച്ചാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും ഇന്ന് കോമൺ ആണെങ്കിലും ഒരു യുദ്ധമുഖത്ത് ജീവിക്കുക അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്തായിരിക്കുക എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് സ്ട്രെസ്സ് തരുന്ന ഒരവസ്ഥയാണ്. അത് നമുക്കൊരു വല്ലാത്ത ഈ അക്യൂട്ട് സ്ട്രെസ്സ് ഒരു വല്ലാത്ത ആൻസൈറ്റി ഉണ്ടാക്കും. അത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ വാർ ബോംബിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഗൾഫ് റീജിയനിലായിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ചെറിയ കുട്ടികളുണ്ട്, 4 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികൾ. അവർ ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്ന് കരയുകയാണ്. കുറച്ച് ദിവസങ്ങൾ ഇത് മുന്നോട്ട് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് വാറ് അതിൻ്റെ ഒരു ബോംബിംഗ് ഒക്കെ നിന്നതിന് ശേഷവും ഇപ്പോഴും ഈ കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് ഇതുപോലെ ഞെട്ടി ഉണരുന്നത് പതിവായിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഒരിക്കൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ്സ് നമ്മളെ ഒരു അക്യൂട്ട് ആൻസൈറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ആ ആൻസൈറ്റി നമ്മളെ വിട്ടുമാറാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആൻസൈറ്റി പീക്കിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഇപ്പോൾ ഒരു മൃഗം കടിച്ചു കീറാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനിലുള്ള നമ്മളുടെ ഈ സ്ട്രെസ് ഹോർമോൺസൊക്കെ പെട്ടെന്ന് ഓവറായിട്ട് പ്രൊഡ്യൂസ് ആവും. കാരണം എന്താ, അതിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാനായിട്ട്. അതുപോലൊരു സിറ്റുവേഷൻ 24/7 ബേസിസിൽ ഒരു മനുഷ്യന് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആൻസൈറ്റി അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അക്യൂട്ട് സ്ട്രെസ് യുദ്ധമുഖത്ത് കഴിയുകയോ അല്ലെങ്കിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ജീവിക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ ഈ അക്യൂട്ട് സ്ട്രെസ്സ് നമ്മളിൽ ഉണ്ടാകുകയും അതൊരു ആൻസൈറ്റി ഡിസോർഡറിലേക്കും ഗ്രാജുവലി അത് നമ്മളെ വല്ലാതെ ഡിപ്രസ്ഡ് ആക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടു ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ആൻസൈറ്റി വല്ലാതെ ഉയർന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്കണ്ഠയായി മാറുന്നു. അതിനെ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി എന്നാണ് പറയുന്നത്. What is this existential anxiety? This is the anxiety about life, death, existence, purpose, meaning. അതായത് ജീവിതത്തിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഇനി ലൈഫിൻ്റെ അർത്ഥം എന്താണെന്നും മുന്നോട്ട് എങ്ങനെ പോകണം അല്ലെങ്കിൽ ജീവിതം തന്നെ എന്താകും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചപ്പോൾ പല നമ്മളുടെ ക്ലയൻസും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് റീജിയൻസിൽ നിന്ന് വിളിക്കുകയുണ്ടായി. അവർക്ക് ലൈഫ് എന്താകും ഏതാകും എന്നുള്ള ഒരു സംഘർഷം, ആ ഒരു ഉത്കണ്ഠ ആശങ്ക വല്ലാതെ കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി അവരിൽ പലരിലും നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു തരത്തിലുള്ള ആൻസൈറ്റി ദീർഘനാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മനുഷ്യനിൽ വല്ലാത്ത മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡിജിറ്റൽ ഫെറ്റീഗ്നെസ് ആൻഡ് ഹൈപ്പർ വിജിലൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടെന്നാന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഒരു ഹൈപ്പർ വിജിലൻസ് മോഡ്, അതൊരു വല്ലാത്ത ഒരു ഫെറ്റീഗ് ആയിട്ടുള്ള ഫീലിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുപോകും. വേറെ ഒന്നുമല്ല, അൺഫിൽറ്റേഡ് ആയിട്ടുള്ള സോ മെനി ന്യൂസ് മീഡിയ ഇതിനെയൊക്കെ അവരുടെ വാർത്തകളുടെ ആഘോഷമാക്കി എടുക്കുമ്പോൾ അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരുപാട് വാർത്തകൾ അവിടെ താമസിക്കുന്നവരെയും യുദ്ധത്തിൻ്റെ ഭീഷണിയിലുള്ള രാജ്യത്ത് താമസിക്കുന്നവരുടെയും അവരിൽ നിന്ന് അകന്ന് അവരുടെ റിലേറ്റീവ്സ് വേറെ സ്ഥലങ്ങളിലായിരിക്കുന്നവരെയൊക്കെ ഒരുപോലെ ഒരു വല്ലാത്ത ഹൈപ്പർ വിജിലൻസ് മോഡിലേക്കും ഒരു ഫെറ്റീഗ് ആക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഇവിടുന്ന് ആശങ്കപ്പെട്ട് പല റിലേറ്റീവ്സും ഗൾഫ് റീജിയനിലിരിക്കുന്നവർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ നാട്ടിൽ കാണുന്ന പോലുള്ള വാർത്തകളൊന്നും ഇവിടെയല്ല, അത്യാവശ്യം ഞങ്ങൾ സേഫാണെന്ന്
പലരും പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഫിൽറ്റേഡ് ആയിട്ടുള്ള വാർത്തകളിലൂടെ പോയി ഈ ആൻസൈറ്റി ഉയർത്തരുത് എന്നാണ് ഒരു നിർദ്ദേശം തരാനായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ക്യൂരിയോസിറ്റി കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൂടപ്പിറപ്പുകൾക്ക് കൂടെയുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നറിയാനായിട്ട് കണ്ടിന്യൂസ് വാർത്താ ചാനലുകൾ കാണുന്നത് ഒരു തരത്തിലും നല്ല ഒരു കാര്യമല്ല. ചില വീടുകളിലൊക്കെ രാവിലെ ഉണരുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയം വരെ ന്യൂസ് ചാനലുകൾ ഓണായി കിടക്കുന്ന വീടുകളുണ്ട്. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മളെ വല്ലാത്തൊരു ഫറ്റീക്ക് അവസ്ഥയിലേക്കും ഹൈപ്പർ വിജിലൻസ് മോഡിലേക്കും കൊണ്ടുപോകും. അത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല. യുദ്ധം പൊടുന്നനെ അവസാനിപ്പിക്കാൻ നമ്മളുടെ കയ്യിൽ മാർഗങ്ങളില്ലെങ്കിലും ഈ യുദ്ധം നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ എന്ത് സഹായത്തിനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. So keep in touch.